ബിരിയാണി കൊടുക്കും മക്കൾക്ക്. നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. സംസ്ഥാനത്തെ അംഗനവാടികളിൽ ഇന്ന് പ്രവേശനോത്സവമാണ്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്താണ്. മന്ത്രി ബിന്ദു കൃഷ്ണയാണ് ആ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്തായാലും ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ച് മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ പരിപാടി കൂടിയാണ്. കുറേ കുരുന്നുകൾക്കൊപ്പം മന്ത്രി ഇരിക്കുന്നുണ്ട്. പഴയ ഓർമ്മകളിലേക്കൊക്കെ പോവുകയാണോ? തീർച്ചയായും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. ജൂൺ 1-ാം തീയതി നനഞ്ഞു കുളിച്ച് പുത്തൻ ഉടുപ്പിട്ട് പുതിയ പുസ്തകങ്ങളും, അന്ന് ആദ്യമൊക്കെ കുടയില്ലായിരുന്നു, വാഴയിലൊക്കെ തലയിൽ വെച്ച് പോകുന്ന കാര്യങ്ങൾ ഓർക്കുക. ഈ കുഞ്ഞുമക്കൾ എല്ലാവരും അതിരാവിലെ തന്നെ ചിരിച്ച് സന്തോഷത്തോടെ ഒരുങ്ങി പ്രവേശനോത്സവത്തിന് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ അംഗനവാടികൾ മുഴുവൻ സ്മാർട്ടാക്കുവാനും കുഞ്ഞുങ്ങളുടെ പോഷകാഹാരവും കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും വൈകാരികവും അതുപോലെ പഠന സംബന്ധിയായ മുഴുവൻ കഴിവുകളും വികസിപ്പിക്കുവാനും പരിപോഷിപ്പിക്കാനുമുള്ള കർത്തവ്യമാണ് ഞങ്ങൾക്കുള്ളത്. വളരെ കൃത്യമായി അത് നടപ്പിലാക്കും. ഒപ്പം അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും അവർക്ക് വേണ്ടി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ക്യാബിനറ്റ് ആദ്യം കൂടിയിട്ട് എടുത്ത തീരുമാനം അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് സർക്കാർ മുൻതൂക്കം നൽകും. കഴിഞ്ഞ വർഷം പത്തനംതിട്ടയിൽ വെച്ചാണ് മുൻ മന്ത്രി ബിരിയാണി കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ പൂർണ്ണമായി ബിരിയാണി എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല. അപ്പോൾ ഇത്തവണ മന്ത്രിക്ക് എന്താ പറയാനുള്ളത്? ബിരിയാണി കൊടുക്കും മക്കൾക്ക്. മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് മെനു തയ്യാറാക്കി ഞങ്ങൾ കൊടുക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് മുൻതൂക്കം, നമ്മുടെ നാട്ടിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം. ബിരിയാണിയൊക്കെ തരുന്ന പറയുന്നേ വേണ്ടേ? ബിരിയാണി ഇഷ്ടമാണോ? ബിരിയാണി വേണം വേണം. പറ രേക്കനെ, എവിടെയുള്ള വീട്? കുളമടയെന്നാ മോള് വരുന്നത്. പാരിപ്പള്ളിയുടെ അടുത്ത് കുളമടയെന്നാ. കുട്ടികളൊക്കെ വലിയ എക്സൈറ്റ്മെന്റിലാണ്. കാരണം നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പോയി നിന്നപ്പോൾ ഉള്ള ഒരു ആകാംക്ഷയും ഇതൊക്കെയാണ് കുട്ടികൾക്കുള്ളത്. എന്തായാലും കുട്ടികൾക്ക് അധികം വൈകാതെ ബിരിയാണി നൽകുമെന്നാണ് മന്ത്രി പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ ആ തീരുമാനം ഉണ്ടാവും. കുട്ടികളൊക്കെ തന്നെ ബിരിയാണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരിങ്ങനെ പറയുന്നില്ലെങ്കിലും അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും അവർക്കുണ്ടാവും. ഈ കൊല്ലം ജില്ലക്കാരനായ ഒരു കുട്ടി തന്നെയാണ് ബിരിയാണി എന്നൊരു ആവശ്യം കഴിഞ്ഞ വർഷം ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അംഗനവാടികളുടെ പ്രവേശനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. എന്തായാലും കുറേ കുരുന്നുകളാണ് ഇന്ന് അംഗനവാടികളിലേക്ക് എത്തി പുതിയൊരു ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമാകുന്നത്. ആ കുട്ടികളുടെ മുഖത്തൊക്കെ ആ ആശങ്കയും ആ സന്തോഷവും എല്ലാം ഉണ്ട്. എന്തായാലും ജീവിതത്തിലെ ഏറ്റവും ഒരു സുവർണ്ണ കാലഘട്ടത്തിലേക്കാണ് ഈ കുട്ടികൾ കടന്നത്. എല്ലാവരും കൂടി ഹായ് പറഞ്ഞു. കൊല്ലത്ത് നിന്ന് AV ജയശങ്കർ.